ഹായ് ഓൾ, ഞാൻ അനുദീപ്. നെഗറ്റീവ് മാർക്കിന് വിടാം അല്ലേ? ഇപ്പോൾ സിവിൽ സർവീസിനോ അല്ലെങ്കിൽ കേരള PSCക്കോ ഏതൊരു MCQ ബേസ്ഡ് ചോദ്യ പേപ്പർ പരിശീലിക്കുന്ന വിദ്യാർത്ഥിയും പ്രതീക്ഷിക്കുന്ന ഒരു ടാഗ് ലൈൻ അതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും, പക്ഷെ ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇമ്പോസിബിൾ ആണ്. നെഗറ്റീവ് മാർക്കുകൾ എലിമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആണ്. റാങ്ക് 1 കിട്ടുന്ന വ്യക്തിക്കാണെങ്കിൽ പോലും കുറച്ച് മാർക്ക് നെഗറ്റീവിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ലക്ഷ്യം നിങ്ങൾ ക്ലിയർ ആക്കുക. നെഗറ്റീവ് മാർക്കുകൾ ഇപ്പൊ നിങ്ങൾക്ക് 10 ചോദ്യം തെറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലെ ടെക്നിക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2-3 ചോദ്യങ്ങൾ മാത്രമേ തെറ്റുള്ളൂ. നമ്മുടെ ലക്ഷ്യം അതാണ്. നെഗറ്റീവ് മാർക്കുകൾ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ടാസ്ക് ആണ്, പക്ഷെ നമുക്കത് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും ഈ പറയുന്ന ടെക്നിക്കുകൾ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ആദ്യമായിട്ട് പറയുന്നൊരു കാര്യം ഫിയർ ഫാക്ടറാണ്, ഭയം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പം നിങ്ങൾക്കൊരു 500 രൂപ കിട്ടുന്നു, ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ. പക്ഷെ 500 രൂപ നഷ്ടപ്പെടുന്നു, നിങ്ങൾക്കുണ്ടായ സന്തോഷത്തിനേക്കാൾ കൂടുതൽ വിഷമം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. നമുക്കൊരു കാര്യം കിട്ടുമ്പോൾ ഉള്ളതിനേക്കാൾ, അത് കിട്ടുമ്പോൾ സന്തോഷത്തിനേക്കാൾ 10 മടങ്ങാണ് നമുക്കൊരു വസ്തു നഷ്ടപ്പെടുമ്പോൾ. മറ്റൊരു എക്സാമ്പിൾ, നിങ്ങൾക്ക് 500 രൂപ കിട്ടുന്നു, നിങ്ങൾക്ക് 250 രൂപ നഷ്ടപ്പെടുന്നു. 500 രൂപ കിട്ടുമ്പോഴുള്ള ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതിനേക്കാൾ പെയിൻഫുൾ ആണ് 250 രൂപ നഷ്ടപ്പെടുമ്പോൾ. പക്ഷെ അഗ്രിഗേറ്റ് നമുക്ക് 250 രൂപ ലാഭമാണ്, അത് നമ്മൾ പ്രോസസ് ചെയ്യില്ല. ഒരു സിനിമയിൽ ആരോ പറഞ്ഞ പോലെ, സോഫേ ഞാനൊരു വികാര ജീവിയാണ്, മാൻ ഈസ് എൻ ഇമോഷണൽ ആനിമൽ. മനുഷ്യൻ വികാരങ്ങൾ കൂടെയാണ് ചിന്തിക്കുന്നത്, അവൻ തലച്ചോറ് അധികം ഉപയോഗിക്കാറില്ല. നെഗറ്റീവ് മാർക്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം ഫിയർ എന്നൊരു സംഭവത്തിന് മാറ്റി നിർത്താം. നെഗറ്റീവ് മാർക്കുകൾ നമ്മളിപ്പോൾ റിസ്ക് എടുത്ത് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ 10 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, അതിനകത്ത് 3 തെറ്റിക്കോട്ടെ, 7 ശരിയായാൽ മതി. അഗ്രിഗേറ്റ് 6 മാർക്ക് നമുക്ക് അവിടെ കിട്ടുക. ആ 3 തെറ്റുമോ എന്ന് കരുതി കിട്ടേണ്ടുന്ന 6 മാർക്ക് നിങ്ങൾ കൊണ്ട് കളയരുത്. അപ്പൊ ആദ്യത്തെ കാര്യം ഫിയർ മാറ്റിവെക്കുക എന്നുള്ളതാണ്. മുൻപ് നിങ്ങൾ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്തപ്പോൾ അത് തെറ്റിപ്പോയി, അത് പാസ്റ്റാ. നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക. നിങ്ങൾ ഇനി മുതൽ അറ്റൻഡ് ചെയ്യുന്ന ചോദ്യങ്ങൾ തെറ്റരുത്. ഒന്നാമത്തെ ഫാക്ടർ നെഗറ്റീവ് മാർക്കിനെ ഭയപ്പെടരുത് എന്നുള്ളതാണ്. ഭയം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ എക്സാം പേപ്പറിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്താ? ഞാൻ എൻ്റെ ചാനലിൽ ഏറ്റവും അധികം പോപ്പുലറൈസ് ചെയ്യുന്ന ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഫോർമുലയാണ് IET + PP = സക്സസ് അല്ലേ? PP എന്താ? പഠിച്ചാൽ പാസ്സാവും. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ പാസ്സാവും. സോ നിങ്ങളുടെ കണ്ടന്റ്, നിങ്ങളുടെ നോളജ് അത് പെർഫെക്റ്റ് ആയിരിക്കണം. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അതിനൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് മറ്റേ ഇന്റലക്ച്വൽ കറക്കിക്കുത്തൽ പരിപാടി, ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്. അതാണ് IET എന്ന് പറയുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കുകൾ ധാരാളം കുറയും. എന്റെ ചാനലിൽ കൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ വീഡിയോസ്, അതിന്റെ ഒക്കെ കമന്റ് സെക്ഷൻ നിങ്ങൾക്ക് നോക്കാം. നെഗറ്റീവ് മാർക്സ് ഇതൊക്കെ ഈ ഒരു ടെക്നിക്ക് പ്രോപ്പറായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുടെ നെഗറ്റീവ് മാർക്കുകൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ എലിമിനേഷൻ ടെക്നിക്സിനൊപ്പം തന്നെ ബേസിക് ആയിട്ടുള്ള നോളജ്, അറിവ് സമ്പാദിക്കുന്ന പരിപാടി നിങ്ങൾ ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോവുകയാണെങ്കിൽ നെഗറ്റീവ്സ് നന്നായിട്ട് കുറയും. ഇനി മൂന്നാമത് എനിക്ക് പറയാനുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോക്ക് ടെസ്റ്റ്. നിങ്ങൾ പലരും ഒരു പരീക്ഷ അപ്രോച്ച് ചെയ്യുന്നത് എക്സാം ദിവസത്തിലായിരിക്കും. അത് പാടില്ല. അതിനു മുമ്പ് നമ്മൾ മാതൃകാ പരീക്ഷകൾ എഴുതി പരിശീലിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ്. മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ്. മോക്ക് ടെസ്റ്റുകൾ ഒരു അക്കാഡമിയിൽ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ PSCയുടെ സൈറ്റിൽ മുൻകാല വർഷ ചോദ്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. സിവിൽ സർവീസസിന്റെ ചോദ്യങ്ങൾ UPSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വർക്ക്ഔട്ട് ചെയ്യാം. എങ്ങനെയായാലും നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. ദിവസം ഒരു 10 ചോദ്യങ്ങളെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാതെ നിങ്ങൾ ഉറങ്ങാൻ പോകരുത്. എനിക്ക് നിങ്ങൾ അത് ഇവിടെ വെച്ച് ഉറപ്പ് തരണം. കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾ ഡെയിലി മിനിമം 10 MCQ എങ്കിലും വർക്ക്ഔട്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഉറങ്ങാൻ പോകൂ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അഫേം ചെയ്യുക. ഇത് ഇടയ്ക്കൊക്കെ വൈലേറ്റ് ആയാലും കുഴപ്പമില്ല. മോസ്റ്റ് ഓഫ് ദി ടൈം, മിക്കവാറുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഇത് ചെയ്തിരിക്കണം. കാര്യം കോമ്പറ്റീഷൻ പുഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എവല്യൂഷൻ ആണ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണ്. നമുക്ക് ഇതിനെ സർവൈവ് ചെയ്യണം. നിങ്ങൾക്ക് ഫിറ്റ് ആവാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് മോക്ക് ടെസ്റ്റുകൾ. ഓക്കെ. അപ്പം അടുത്തൊരു കാര്യം എന്താ? അടുത്തൊരു ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിവിൽ സർവീസസിൽ എക്സ്റ്റൻസീവ് ആയിട്ട് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഇപ്പം പല ആൾക്കാരും ചോദ്യം അറ്റൻഡ് ചെയ്യും, അതിന് ഉത്തരം എഴുതും, ആൻസർ കീ പോയി നോക്കും. ഇതാണ് പ്രോപ്പർ അപ്രോച്ച്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ടെക്നിക്ക് യൂസ് ചെയ്യാം, ഒരു രഹസ്യം യൂസ് ചെയ്യാം. നിങ്ങൾ ആദ്യം ആൻസേഴ്സ് വായിക്കുക, പിന്നെ ചോദ്യം അറ്റൻഡ് ചെയ്യാം. അപ്പം നമ്മുടെ തലയിൽ ഒരു പ്രത്യേക രീതിയിൽ ഒരു കണക്ഷൻസ് കിട്ടും. ശരി ഉത്തരത്തിലേക്ക് എത്തേണ്ടത് എങ്ങനെയാണ് നമ്മുടെ തലച്ചോറ് ഫിഗർ ഔട്ട് ചെയ്യും. ഇത് പക്ഷെ ഒരു ഡേഞ്ചറസ് എക്സസൈസാണ്. നിങ്ങൾ മെച്യൂരിറ്റിയോട് കൂടി ചെയ്യാം. നിങ്ങൾ 100 ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ 90 ചോദ്യങ്ങളും സാധാരണ രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യണം. എങ്ങനെ? ചോദ്യം വായിക്കുന്നു, ഉത്തരം എഴുതുന്നു, ചെക്ക് ചെയ്യുന്നു. 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാം. ചോദ്യത്തിന്റെ ഉത്തരം വായിച്ചു നോക്കിയിട്ട് ചോദ്യം വായിച്ചു നോക്കാം. അപ്പം നമ്മൾ തലച്ചോറ് ഫിഗർ ഔട്ട് ചെയ്യും. എങ്ങനെയായിരുന്നു ആ ഉത്തരത്തിലേക്ക് എത്തേണ്ടിയിരുന്നത് എന്നുള്ള കാര്യം ഫിഗർ ഔട്ട് ചെയ്യും. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. കണ്ടിന്യൂസ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടപ്പമാർഗ്ഗം ആവുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ വേണ്ടത്.
ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടെങ്കിൽ ഈ ടെക്നിക്ക് ഒക്കെ വർക്കൗട്ട് ആവും. കുറുക്ക് വഴികൾ വിജയത്തിലേക്കില്ല. നന്നായിട്ട് കഷ്ടപ്പെടുക. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഈ നെഗറ്റീവ് മാർക്കുകളെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ദൂരെ മാറുന്ന ഒരു കാര്യത്തെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്സ് വരുന്നത് ഏത് സബ്ജക്റ്റിലാണ് ഐഡന്റിഫൈ ചെയ്യണം. ചിലർക്ക് മലയാളത്തിലായിരിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ മാത്സിനകത്തായിരുന്നു നന്നായിട്ട് നെഗറ്റീവ് മാർക്സ് വരിക. ജി കെയിൽ കുഴപ്പമില്ല. അപ്പം ചിലർക്ക് ജി കെയിൽ നന്നായിട്ട് വരും, പക്ഷെ മാത്തിലോ റീസണിങ്ങിലും കുഴപ്പം കാണില്ല. ചില ആൾക്കാർക്ക് ജോഗ്രഫിയിൽ നെഗറ്റീവ് മാർക്സ് ഭയങ്കര വരും, ചില ആൾക്കാർക്ക് എക്കണോമിക്സിലായിരിക്കും. അപ്പം നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യാം. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടുന്നത് പ്രധാനമായിട്ടും ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴാണ് എന്നുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം, അത് എഴുതി വെക്കണം. അപ്പം ആ സബ്ജക്റ്റിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ആ സബ്ജക്റ്റിൽ നിങ്ങൾ കൂടുതൽ കണ്ടന്റുകൾ എടുക്കുക, കൂടുതൽ ആഴത്തിൽ ആ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ആ സബ്ജക്റ്റിലുള്ള നെഗറ്റീവ് മാർക്ക് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റുമല്ലോ. മറ്റൊരു കാര്യം എന്താ? റിവിഷൻ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, റിവിഷൻ എന്ന് പറയുന്നത് ബിരിയാണി പോലെയാണ്. നമ്മൾ ഒരു പ്രാവശ്യം ബിരിയാണി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി കഴിച്ചില്ലെങ്കിൽ ഒരു വിഷമമാണ്. എനിക്ക് അങ്ങനെ വല്ലപ്പോഴും ബിരിയാണി കഴിക്കണം. അപ്പം റിവിഷൻ ഈസ് ലൈക്ക് ബിരിയാണി. തുടക്കത്തിൽ ബുദ്ധിമുട്ടാണ് നമുക്ക് റിവിഷൻ ചെയ്യാനായിട്ട്. റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് നെഗറ്റീവ് മാർക്സ് നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അപ്പം അതിന്റെ ഫലം, അതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? റിവിഷൻ പ്രോപ്പറായിട്ട് നടത്തും. സോ നിങ്ങൾ അതിന്റെ ടേസ്റ്റ് എടുക്കുക. റിവിഷൻ ഈസ് ലൈക്ക് ബിരിയാണി. കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക, റിവിഷൻ എന്ന് പറയുന്നത് ബിരിയാണി ആണെന്ന് രേഖപ്പെടുത്തുക. വിച്ച് മീൻസ് അതിന്റെ ഗുണം കിട്ടിക്കഴിയുമ്പോൾ, റിവിഷൻ കൺസിസ്റ്റന്റ് ആയിട്ട് നടത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഗുണം നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പിന്നെ റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കും. റിവിഷൻ നടത്താൻ നല്ല മടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ അതിന്റെ ഗുണം കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ റിവിഷൻ ഒരു ടോപ്പിക്ക് പഠിച്ച് തീർന്നില്ലെങ്കിലും കുഴപ്പമില്ല, തലേ ദിവസം പഠിച്ച് ഞാൻ റിവിഷൻ നടത്തിയിട്ടേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഓക്കെ, മറ്റൊരു കാര്യം, കൺഫ്യൂസിങ് ഫാക്ടുകൾ പ്രോപ്പറായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ചാനലിലും കൺഫ്യൂസിങ് ഫാക്ടുകളുടെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡയാർക്കിയും ഡുവൽ ഗവൺമെന്റ് തമ്മിലുള്ള വ്യത്യാസമുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഡയാർക്കിയും ഡുവൽ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഒന്നാണോ? മെക്കോളെ, ഇപ്പൊ കേരളത്തിലെ മെക്കോളെ ഉണ്ട്, മെക്കോളെ പ്രഭു ഉണ്ട്, മെക്കോളെ മിനിറ്റ്സ് ഉണ്ട്, മെക്കോളെ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ഉണ്ട് അല്ലെ? ഇപ്പൊ ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ്? ഹണ്ടർ കമ്മീഷൻ എഡ്യൂക്കേഷനിൽ വരുന്നുണ്ട്. വേറെ ഏതൊരു ചരിത്ര ഇവന്റിൽ ഹണ്ടർ കമ്മീഷൻ വരുന്നുണ്ടല്ലോ? ഏത് ഇവന്റിലാണ് ഹണ്ടർ കമ്മീഷൻ വരുന്നത്? കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ടുകൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ നടത്തുക എന്നുള്ളതാണ് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ പറ്റിയ മാർക്ക്. ഇപ്പൊ സിവിൽ സർവീസസിനും പി എസ് സിയിലും ഒക്കെ കൺഫ്യൂസിംഗ് ഫാക്ടുകൾ വെച്ചിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. പർട്ടിക്കുലർലി പൊളിറ്റി, എക്കണോമിക്സ്, ഹിസ്റ്ററി, ആ സബ്ജക്റ്റിലൊക്കെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, നമുക്കിത് പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. എനിക്ക് അവസാനമായിട്ട് പറയേണ്ടത് ഒരേ ഒരു കാര്യമാണ്, അശ്രദ്ധ മാറ്റിവെക്കാം. ഇപ്പൊ ചില ആൾക്കാർ ചോദ്യ പേപ്പറിൽ കറക്റ്റ് ആൻസർ രേഖപ്പെടുത്തും, അതെടുത്ത് OMR ഷീറ്റിലേക്ക് മാറ്റാൻ നേരം മാറ്റി ബബിൾ ചെയ്യും. ചെവിക്ക് പിടിക്കേണ്ട പരിപാടിയാണ്. ഇതൊക്കെ മറ്റാർക്കും നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തന്നെ റെക്ടിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അശ്രദ്ധ എന്ന് പറയുന്ന സംഭവം മാറ്റണമെങ്കിൽ നമുക്ക് ഫോക്കസ് വേണം, കോൺസെൻട്രേഷൻ വേണം. മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനൊക്കെയുള്ള പരിശീലനം കിട്ടും. ടെലിഗ്രാം ഒരു ഫാമിലി പോലെയാണ്. ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ടെലിഗ്രാമിലാണ്. യൂട്യൂബിൽ വളരെ കുറച്ച് സമയം ഞാൻ കാണാറുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം അവിടെ ചോദിക്കാം. ഫ്രീ മെന്റർഷിപ്പ് അതിനകത്ത് അവൈലബിൾ ആണ്. അശ്രദ്ധ എന്ന് പറയുന്ന സംഭവത്തിന് ആർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ ചെവിക്ക് പിടിച്ചാണ് ഈ അശ്രദ്ധയുടെ കേസിന്. പക്ഷേ നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. എഴുതുന്നത് മാറിപ്പോയി, നിങ്ങൾ വായിച്ചൊരു ഈസോ ആറോ വാസോ മാറിപ്പോയി. പിന്നെ ചില ചോദ്യങ്ങളുണ്ട്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നായിരിക്കും ചോദിക്കുന്നത്, അല്ല ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ അതൊക്കെ മാറ്റിയിട്ട് നേരെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആൻസർ എഴുതി വയ്ക്കും. അതും റിസ്കിയാണ്. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇതൊരു സീരീസ് ആയിട്ട് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് മാർക്സിന്റെ കേസസ് ചോദ്യപേപ്പറിൽ എടുത്ത് വെച്ച് വിശകലനം ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് അതൊക്കെ ഇത് ഇൻഫോർമൽ സെറ്റപ്പാണ്, നമുക്കറിയാം. നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ പറയുന്നതിനോട് വിയോജിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാവുന്നതാണ്. ഡിസ്ലൈക്ക് ബട്ടൺ അവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാ ബട്ടണും യൂസ് ചെയ്യാം. ഫീഡ്ബാക്കുകൾ കൃത്യമായിട്ട് തരിക. ചാനൽ ആ രീതിയിലേക്കായിരിക്കും ഗ്രോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം എല്ലാവരും ടെലിഗ്രാമിലേക്ക് വരിക കേട്ടോ. ബൈ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.